ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു ഭാഗം നമ്മൾ ചിന്തിച്ചു, ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി പിടിച്ച അബ്രഹാമിന്റെയും ലോത്തിന്റെ പരാജയ കാരണങ്ങൾ, അബ്രഹാമിന്റെ വിജയത്തിന്റെ കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടിടയായി. ഞാൻ ഈ രാത്രിയിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ ഞാൻ പറഞ്ഞു വന്ന രണ്ട് കപ്പൽ യാത്രകളുണ്ട്. ഒന്ന് പഴയ നിയമത്തിലെ കപ്പൽ യാത്രയും മറ്റൊന്ന് പുതിയ നിയമത്തിലെ കപ്പൽ യാത്രയുമാണ്. പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ യാത്ര ചെയ്ത കപ്പലും പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലൻ യാത്ര ചെയ്ത കപ്പലും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ പേരുകൾ രണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ വന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു നല്ല പ്രവാചകൻ യോന, അദ്ദേഹം യാത്ര ചെയ്തൊരു കപ്പൽ. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നോടുകൂടെ 275 പേരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രണ്ടനുഭവങ്ങളിൽ പഴയ നിയമത്തിലെ വ്യക്തിത്വത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യോന പ്രവാചകന്റെ പുസ്തകം 4 അധ്യായങ്ങൾക്കുള്ള ഒരു പുസ്തകമാണ്. 4 അധ്യായങ്ങളുള്ള, വാസ്തവത്തിൽ 3 അധ്യായം മതിയായിരുന്നു. 3 അധ്യായം കൊണ്ട് അത് അവസാനിപ്പിക്കാമായിരുന്നു. കാരണം യോനായ ഏത് ദൗത്യത്തിനായിട്ട് നിലവിലേക്ക് വിട്ടോ ആ ദൗത്യം 3-ാം അധ്യായത്തിൽ തീരുകയാണ്. അവര് പ്രസംഗം കേട്ടു, അനുദപിച്ചു, അവര് കരഞ്ഞു, ദൈവം അവരോട് അയക്കുമെന്ന് പറഞ്ഞ ന്യായവിധിയിൽ നിന്നൊരു ഒഴിവാക്കി. 4-ാമത്തെ ഒരു അധ്യായം നമുക്ക് വേസ്റ്റ് എന്ന് തോന്നിയാലും അത് വേസ്റ്റ് അല്ല. ഇത് പ്രസംഗിച്ച പ്രവാചകൻ ഒരു മാറ്റം വരുത്താൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് പലർക്കും മാറ്റം വന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു മാനസാന്തരമില്ല. അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ 4-ാമത്തെ അധ്യായം ദൈവം എടുക്കുകയും അദ്ദേഹത്തിന് രൂപാന്തരം വരുത്താൻ അദ്ദേഹം 4-ാമത്തെ അധ്യായം എടുക്കുന്നത്. നമുക്കറിയാം, അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം, 4 അധ്യായങ്ങൾ പഠിച്ചാൽ 4 തലക്കെട്ടിട്ട് വേണം നമുക്ക് ഓരോ അധ്യായങ്ങളും പഠിക്കാം. 1-ാം അധ്യായത്തിൽ അരുളപ്പാട് കേൾക്കുന്ന നോഹ, അരുളപ്പാട് കേൾക്കുന്ന യോന. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനുദപിക്കുന്ന യോന. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അനുസരിക്കുന്ന യോന. 4-ാം അധ്യായത്തിൽ അയ്യോഭാവം തോന്നുന്ന യോന. നമുക്ക് തന്നെ അത് കാണുമ്പോൾ അയ്യോഭാവം തോന്നും. അങ്ങനെ യോനായുടെ പുസ്തകം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നല്ല ഒരു ക്യാരക്ടറാണ്. നമുക്കൊക്കെ ഏകദേശം തുല്യമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. വായിക്കാം. ഒന്നിന്റെ ഒന്ന്. അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം സത്യം, ട്രൂത്ത്. അമിത്തായിയുടെ മകനാകുന്ന യോന എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ? പ്രാവ്. സത്യത്തിന്റെ മകനാകുന്ന നിഷ്കളങ്കൻ എന്ന് വേണേ നമുക്ക് പറയാം. കാരണം പ്രാവ് എന്തിനെയാണ്? നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കത. അപ്പൊ പ്രാവ് നിഷ്കളങ്കതയ്ക്ക് തുല്യമായി നിൽക്കുന്നെങ്കിൽ അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിന്റെ മകനാകുന്ന നിഷ്കളങ്കൻ എന്ന് വേണേ നമുക്ക് അതിനെ വേർതിരിക്കാം. അപ്പൊ അമിത്തായിയുടെ മകനാകുന്ന യോന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് ആ പ്രവാചകനിലും ദൈവത്തിലും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഓടിപ്പോകുന്ന ഒരു വിശ്വാസിയാണ് യോനയെങ്കിൽ മാറിപ്പോകാത്തവനാണ് ദൈവം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിശ്വസ്തനായ ഒരു പ്രവാചകനാണ് യോനയെങ്കിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തോൽപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസിയായിട്ടാണ് യോന നിൽക്കുന്നെങ്കിൽ ഒരിക്കലും തോൽക്കാത്തവനായിട്ട് ദൈവത്തെ നമുക്ക് ആ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്തൊക്കെ അനവധി പ്രാവശ്യം അടയാളം ചോദിച്ചു വന്നവരോട് കർത്താവ് പറഞ്ഞ ഇതാണ്: യോനായുടെ അടയാളം അല്ലാതെ വേറൊന്നും നിങ്ങളോട് പറയാം. അപ്പൊ കർത്താവ് യോനായുടെ പ്രസംഗം, യോനായുടെ അടയാളം, ഇതൊക്കെ കർത്താവ് ഉരുവിട്ടതാണ്. അതുപോലെ യോന പ്രസംഗിക്കാൻ പോയ നിലവെ, അതിനെക്കുറിച്ച് പല ആവർത്തി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ഉരുവിട്ട 2 പദങ്ങൾ നമ്മൾ കേട്ടതാണ്: യോനായുടെ അടയാളം, യോനായുടെ പ്രസംഗം. ഇത് രണ്ടും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. ചാപ്റ്റർ 1 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില ദൂതുകൾ പറയാം. ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അങ്ങനെയാ തുടങ്ങുന്നത്. അപ്പം അരുളപ്പാടാണ് ഒരുവനെ പ്രവാചകനാക്കുന്നത്. അരുളപ്പാടില്ലെങ്കിൽ അയാൾ ആരല്ല? പ്രവാചകനല്ല. പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയേണ്ടത് ഇങ്ങനെയാണ്: Thus says the Lord. ദൈവം ഇങ്ങനെ പ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് ഇന്നത് കേട്ടുകൊള്ളുവീൻ. അപ്പൊ അരുളപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവാചക
ആ വ്യക്തി ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചവനായിരിക്കും, അരുളപ്പാട് കേട്ടവനായിരിക്കും. ഏലിയാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിന് ഉണ്ടായതെന്നാൽ നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിന് ഉണ്ടായതെന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്നുള്ള സാരെഫാത്തിലേക്ക് പോകാം. അരുളപ്പാട് ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശരിക്കും ദൈവത്തിന്റെ പ്രവാചകൻ. ദൈവത്തിന്റെ അരുളപ്പാട് ഈ വ്യക്തിക്കുണ്ടായതെന്നാൽ, ഞാൻ ഇവിടെ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് ഈ ബൈബിൾ ക്ലാസ്സിലൊരിക്കൽ യോനയുടെ പുസ്തകം ചെറുതായിട്ടൊന്ന് എടുക്കുക, ചിലരൊക്കെ അത് കേൾക്കുവാനായിട്ടിടയായി. അതിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങൾ അതിൽ ഇല്ലാത്തതൂടെ ചേർത്ത് ദൈവസന്നിധി നിങ്ങളെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീഷിലേക്ക് പോയി കളവാൻ അതിൽ കയറി. ഇവിടെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു യോനയാണ് നമ്മൾ കാണുന്നത്. എവിടെ പോകാൻ പറഞ്ഞത്? നിനവയിലേക്ക് പോയി പ്രസംഗിക്കുവാൻ പറയുമ്പോൾ അവിടെ നിന്ന് അവൻ തർശീസിലേക്ക്, തർസോസ് അല്ല തർശീസിലേക്ക്, അത് വേറെ, ഷൗലിന്റെ നാട് തർശോസ്കാരനാകുന്ന ഷൗൽ, അത് വേറെ, ഇത് തർശീസ്. അപ്പം ഇവിടെ ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് അവന് വിളിച്ചു പറയുക. അപ്പം നിനവയിലേക്ക് പോകാൻ പറയുമ്പോൾ അവൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? തർശീസിലേക്ക്. അവിടുന്ന് ഓടിപ്പോകുക. ഇവിടെ യോന ഇത്ര നല്ലൊരു പ്രവാചകൻ, അരുളപ്പാട് കേട്ടവൻ, എന്തുകൊണ്ടാണ് അനുസരണക്കേട് കാണിച്ചത്? അനുസരണക്കേട് കാണിച്ചത് അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇതാണ്, യോനായുടെ ഉള്ളിൽ ഒരു കൊച്ചഹന്തയുണ്ട്. എന്താ അഹന്ത എന്നറിയാമോ? യോനയ്ക്കറിയാം, ഞാൻ പോയി ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കും. ഞാൻ അറിയിക്കുന്നത് ഇതാണ്, ദൈവത്തിന്റെ ന്യായവിധി ഇത്ര ദിവസം കഴിയുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. ഇങ്ങനെ പ്രസംഗിച്ച് ജനമെല്ലാം പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഈ ദൈവത്തെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. ദൈവം എന്ന് പറയുന്ന പുള്ളി എന്താണെന്നറിയാമോ? ഞാൻ അങ്ങനെ പ്രവചിക്കും, ജനങ്ങളെല്ലാം അത് കേട്ട് അനുദപിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരോട് അങ്ങ് ക്ഷമിക്കും. വെറുത്തു എന്ന് പറഞ്ഞ അനർത്ഥത്തിൽ എന്ത് ചെയ്തില്ല, അത് എന്റെ ഇമേജിനെ ബാധിക്കും. ഞാനൊരു പ്രവാചകനായിട്ടൊരു ദൂത് പറഞ്ഞാൽ, ഒരു ന്യായവിധിയുടെ ദൂത് പറഞ്ഞാൽ, അതാ കുടുംബത്തിൽ നടക്കണം, അതാ സഭയെ നടക്കണം. അല്ല അവരെല്ലാവരും അത് കേട്ട് കരഞ്ഞ് നിലവിളിച്ച് അനുദപിച്ച് ദൈവം അവരോട് ക്ഷമിച്ച് നീക്കുപോക്ക് തന്നാൽ, ഞാൻ പ്രവചിച്ചത് നടക്കാതെ പോയാൽ അത് എന്റെ ഇത്രയും നാള് കാത്തു സൂക്ഷിച്ച ഇമേജിനെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ നല്ലോണം അറിയാം. ഈ പുള്ളി പലവട്ടം എന്നെ പലയിടത്തും വിട്ട് ദൂത് പറയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവരൊക്കെ അനുഭവിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ക്ഷമിച്ചു. ഇത് പുള്ളിയെ നന്നായി ബാധിച്ചത് കൊണ്ടാണ് പുള്ളി അങ്ങോട്ട് പോകാനും പ്രസംഗിക്കാനും തയ്യാറാകാതെ നിന്നത്. മറ്റൊന്ന്, പുള്ളിക്ക് ക്ഷമിക്കുന്ന ഒരു സ്വഭാവമില്ല. ക്ഷമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അവരോട് ക്ഷമിച്ച് അവർക്കൊരു വിടുതൽ അയക്കുമെന്ന് തനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ, തന്നിലൊരു ക്ഷമയുടെ ആത്മാവില്ല. തന്റെ ചിന്ത എന്താണ്? ന്യായവിധിയാണ് വരേണ്ടത്. ദുഷ്ടത പ്രവർത്തിച്ചവർക്ക് എന്ത് വരണം? ന്യായവിധി വരണം. അനുദപിക്കാനൊന്നും സമയം കൊടുക്കരുത്. അവരെ ന്യായം വിധിച്ചിരിക്കണം, അവരുടെ മേൽ ന്യായവിധി അയക്കണം. അതാ ദൈവം. അല്ലാതെ ക്ഷമിക്കുന്ന ഒരാളൊന്നുമല്ല ദൈവം. പുള്ളി പ്രവാചകനാണെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ അങ്ങോട്ട് പോകാൻ തയ്യാറാകാതെ തന്നെ പിന്തിരിപ്പിച്ച, തർശീസിലേക്ക് പോകാൻ തന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം മറ്റൊന്നാണ്. മറ്റൊന്ന്, ഈ ദുഷ്ടത നിറഞ്ഞ ആ പട്ടണത്തിൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ യോനോട് പറഞ്ഞത്, നീ അവർക്ക് വിരോധമായിട്ട് എന്ത് ചെയ്യണം? അതാണ് മറ്റത്. ദൈവത്തിന്റെ അരുളപ്പാട് ഇതാണ്, ദുഷ്ടതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടണത്തിൽ ചെന്ന പട്ടണത്തിന് വിരോധമായി നീ എന്ത് ചെയ്യണം? ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നെങ്കിൽ പാപത്തിനെതിരെ പ്രസംഗിക്കാനേ അയക്കത്തുള്ളൂ. പാപത്തിനെതിരെ പ്രസംഗിക്കാൻ അയക്കുന്ന പ്രവാചകനെ അങ്ങോട്ട് ചെന്നാൽ അവിടെ അവരുടെ ഇഷ്ടം നോക്കി പ്രസംഗിക്കാൻ പറ്റത്തില്ല. അവിടെ ആകെ പ്രസംഗിക്കേണ്ടത് അവിടെ നടക്കുന്ന ദുഷ്ടതകൾക്കെതിരെ പ്രസംഗിക്കണം. നിലവെ പട്ടണം മുഴുവനും ദുഷ്ടത നിറഞ്ഞു. അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് ദൈവം ഒരു പ്രവാചകന് അരുളപ്പാട് കൊടുക്കുന്നത്. ആ അരുളപ്പാട് കൊടുത്തിട്ട് വിടുന്നത്, നീ അവർക്ക് വിരോധമായി പ്രസംഗിക്കണം. അത് യോനയെ കൊണ്ട് പറ്റത്തില്ല. കാരണം വിരോധമായി പ്രസംഗിച്ചാൽ നല്ല ഡൈനിങ് ടേബിൾ കിട്ടത്തില്ല. വിരോധമായി പ്രസംഗിച്ചാൽ ഖബർ കിട്ടത്തില്ല. വിരോധമായി പ്രസംഗിച്ചാൽ പലരും കൈതരാതെ പോകും.
പ്രസംഗിച്ചാൽ ഇന്ന് സ്നേഹിതരായിരിക്കുന്നവർ നാളെ ശത്രുക്കളായി മാറും. ഇത് നന്നായി യോനാ പ്രവാചകൻ അറിയാം. അതുകൊണ്ട് വിരോധമായി പ്രസംഗിച്ച പ്രവാചകന്മാർക്ക് നല്ല വേദികൾ കിട്ടിയിട്ടില്ല. വിരോധമായി പ്രസംഗിച്ച, ഞാൻ ഒരാളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. യഹോശാഫാത്തും ആഹാബും കൂടെ യുദ്ധത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്നറിയിക്കാനായിട്ട് പ്രവാചകന്മാരുടെ അരുളപ്പാട് ചോദിച്ചു. കൊണ്ടുവന്ന് നിർത്തി എത്ര പേരാണെന്നറിയാമോ? 400 പ്രവാചകന്മാരെ കൊണ്ടുവന്ന് ദൂത് പറയാൻ നിർത്തിയിരിക്കുക. 400 പ്രവാചകന്മാർ. 400 പ്രവാചകന്മാർ ഒരുപോലെ പറഞ്ഞു, യുദ്ധത്തിന് പൊയ്ക്കോ, യുദ്ധത്തിന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ? 400 പേരുടെ ദൂത് കേട്ടിട്ടും പുള്ളിക്ക് എന്ത് വരുന്നില്ല? തൃപ്തി വരുന്നില്ല. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. കാരണം പുള്ളിയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പോലെ ദൂത് പറയുന്ന പ്രവാചകരെ കാണുമ്പോഴാണ് പുള്ളി പറയുന്നത് പുള്ളി കൊള്ളാം. ഇന്നലെ വന്ന് പുള്ളി കൊള്ളാം. നമ്മുടെ ജീവിതത്തിന്റെ അകത്തിരിക്കുന്ന പാപത്തെ നോക്കി പ്രവചിക്കുന്ന പ്രവാചകനെ ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവചിക്കുന്ന പ്രവാചകന് ലോകം കൈയടി കൊടുക്കും. ഇഷ്ടമനുസരിച്ച്. പലപ്പോഴും അങ്ങനല്ലേ? ഇഷ്ടമുള്ള ആഹാരം, ഇഷ്ടമുള്ള വീട്, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടത്തോടാണ് നമുക്ക് പലപ്പോഴും ഒരുപാട് പ്രീതി തോന്നുന്നുണ്ട്. പക്ഷെ ആവശ്യങ്ങൾ, ഈ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് ആവശ്യങ്ങളാകണമെന്നില്ല. അത് ആവശ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഈ 400 പ്രവാചകന്മാർ ഒരുപോലെ പ്രവചിക്കുമ്പോൾ അവർ തൃപ്തരാകുന്നില്ല. ചോദിക്കുന്നുണ്ട്, ഇനി വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഇമ്രയുടെ മകനാകുന്ന മീഖായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. കേട്ടപ്പോഴേ ആഹാബ് പറഞ്ഞു എന്താണെന്നറിയാമോ? അവൻ എന്നെ കുറിച്ച് വായിക്കാം. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 22-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ആദ്യം വായിക്കാം. 1 രാജാക്കന്മാർ 22-ന്റെ 8. ഭൂമി ഞെട്ടിവിറച്ചു. 1 രാജാക്കന്മാർ 22-ന്റെ 8. അതിന് ഇസ്രായേൽ രാജാവ് യെഹോശാഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. ഇനി ഇമ്ലയുടെ മകനാകുന്ന മീഖായാവ് എന്ന ഒരുത്തനുണ്ട്. അവരെ വിളിച്ചോണ്ട് വരട്ടോ എന്ന് ചോദിച്ചു. അവരെ വിളിച്ചോണ്ട് വന്നു. വായിക്കാം. എന്നാൽ അവൻ എന്നെ കുറിച്ച് ഗുണമല്ല. അവൻ എന്നെ കുറിച്ച് എപ്പോ പ്രവചിച്ചാലും എന്തേ പറയത്തുള്ളൂ? ദോഷമേ. അങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. എന്നെ കുറിച്ച് അവൻ ഗുണമൊന്നും. 400 പ്രവാചകന്മാർ ഇപ്പൊ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞിരിക്കുന്നത്? ഗുണം പറഞ്ഞു നിൽക്കുക. പക്ഷെ ഇമ്രയുടെ മകനാകുന്ന മീഖായാവിനെ കുറിച്ച് കേട്ടപ്പോൾ ആഹാബ് പറയുന്നു, അവൻ നന്നാ, അവൻ എന്നെ കുറിച്ച് എന്തേ പറയത്തുള്ളൂ? ദോഷമേ പറയത്തുള്ളൂ. ദോഷം പറയുന്ന പ്രവാചകന്മാരുണ്ട്. വായിക്കാം. ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല. എനിക്ക് അവനോട് വലിയ താല്പര്യം. പുള്ളി എന്നെ കുറിച്ച് എന്ത് പറയത്തില്ല? ഗുണമൊന്നും പറയത്തില്ല, ദോഷം പറയുന്നത്. ആർക്കാ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. ആരും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഗുണം പറയുന്ന പ്രവാചകനെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലും നമ്മൾ നോക്കിയെടുത്തുകൊണ്ട് വരും. നോർത്ത് ഇന്ത്യ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ വീടില്ലാതെ വസ്ത്രമില്ലാതെ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടാൽ നമ്മൾ ധൈര്യപ്പെടണം പോകണം. എന്നാൽ ആ ദേവദാസനെ വിളിച്ച് കൊണ്ടുപോയി ഒരു ഇച്ചിരി ആഹാരം കൊടുത്ത് ഒരു വണ്ടിക്കൂലിയും കൊടുത്തേക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നില്ല. ഇഷ്ടപ്പെട്ട ദൂത് പറഞ്ഞാൽ നമ്മൾ പോയി കൊണ്ടുവന്ന് മണിക്കൂറുകൾ നൽകണം. നമുക്ക് ഇഷ്ടമുള്ള ദൂത് പറയണം, നമുക്ക് ഇഷ്ടമുള്ള പ്രസംഗമായിരിക്കണം, നമുക്ക് ഇഷ്ടമുള്ള പ്രവചനമായിരിക്കണം. ഇവിടെ യോന എനിക്ക് തെറ്റുപറ്റിയ വിരോധമായി പ്രസംഗിച്ചാൽ ആരുടെ കൈ എനിക്ക് കിട്ടത്തില്ല. വിരോധമായി പ്രസംഗിച്ചാൽ വായിക്കാം. ഇനി അതിന്റെ 13-ാം വാക്യം വായിച്ചേ. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന്. 400 പ്രവാചകന്മാർ ഒരുപോലെ ദൂത് പറഞ്ഞേക്കുന്നത്. നീ ഇനി അവിടെ ചെന്ന് മാറ്റിയൊന്നും എന്ത് ചെയ്യരുത്. വിളിച്ചോണ്ട് വരാൻ പോയ ആള് വണ്ടി വെച്ച് പറഞ്ഞതാ, ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ 400 പേരും രാജാവിനോട് പ്രവചിക്കുന്നത് ഞാൻ കേട്ടേച്ച് വരികയാണ്. 400 പേരും രാജാവിനോട് എന്ത് പറഞ്ഞേക്കുന്നത്? ഒറ്റ ദൂതാ പറഞ്ഞേക്കുന്നത്. നീ ഒരുത്തനായിട്ട് നീ ദൂതൊന്നും എന്ത് ചെയ്യണ്ട, മാറ്റിയൊന്നും വേണ്ട. നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേത് പോലെ ആയിരിക്കണം. അവരിൽ ഒരുത്തന്റെ പോലെ ദൂത് നീ ഒന്ന് പറഞ്ഞേക്കാം. മുമ്പേ പുള്ളി അഡ്വാൻസ് ആയിട്ട് ദൂത് ഇന്നത് പറയണമെന്ന് വിളിച്ചോണ്ട് വന്ന ആള് പറഞ്ഞിരിക്കാം. 24-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോൾ കെനയനയുടെ മകനായ സിദെക്കീയാവ് അടുത്തു ചെന്ന് മീഖായാവിന്റെ ചെകിട്ടത്തടിച്ചു. പുള്ളി ചെന്ന് ദൂത് പറഞ്ഞു, നീ യുദ്ധത്തിന് പോയാൽ അതിന്റെ അവസാനമായി. ഇത് പറഞ്ഞോണ്ടേ അവിടെ നിന്നൊരു പ്രവാചകൻ വന്ന് പ്രവാചകൻ എന്തോ കൊടുത്തത്? സത്യം പറഞ്ഞ പ്രവാചകന് കൈയല്ല കിട്ടിയത്, അടിയായി. അതാ ഞാൻ പറഞ്ഞത്, വിരോധമായി പ്രസംഗിച്ചവർക്കൊന്നും കരങ്ങളല്ല കെട്ടിയിട്ടുള്ളത്, അടിയാ കിട്ടിയിട്ടുള്ളത്. ഇനിയും അടി മാത്രമല്ല. 27-ാം വാക്യം കൊണ്ട് വായിച്ചോ. ഞാൻ
സമാധാനത്തോടെ വരുവോളും ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു അവരോട് പറയുക. ഈ പ്രവാചകനെ പിടിച്ച് അവിടെ പിടിച്ചു കെട്ടിയിരുന്ന അവന് കൊടുക്കേണ്ടിയിരിക്കുവാണ്. അതാ ഞാൻ പറഞ്ഞ ഡൈനിങ് ടേബിൾ കിട്ടത്തില്ല, ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്തേനെ. കാരണം ദോഷം പ്രവചിച്ചവന്. പക്ഷെ രാജാവ് സമാധാനത്തോടെ തിരിച്ചു വന്നില്ല. നമുക്ക് ഈ യുദ്ധത്തിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. 400 പ്രവാചകന്മാരും പറഞ്ഞതല്ല നടന്നത്. ഇമ്ളയുടെ മകനാകുന്ന മീഖായാവ് പറഞ്ഞതുപോലെ അന്ന് സംഭവിക്കാനായിട്ടിടയായി. ഇഷ്ടമനുസരിച്ച് പ്രവചിക്കുക, ഇഷ്ടമനുസരിച്ച് ദൂത് പറയുക, അങ്ങനെയുള്ളവർക്ക് ജനപ്രീതി കിട്ടും. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകന്മാരെ നോക്കിയോ, ജെരമ്യാവ്, യെശയ്യാവ്, യോന, ഇങ്ങനെയുള്ള ദൈവദാസന്മാർക്കൊക്കെയും ഈ മീഖായാവിനെ പോലെയുള്ളവർക്കൊക്കെയും ഇഷ്ടമനുസരിച്ച് പ്രവചിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ജനത്തിന്റെ പ്രീതി കിട്ടിയില്ല. ജനസമ്മതി കുറവായിരുന്നു. പലപ്പോഴും ബെടാക്കാൻ അവർക്ക് വന്നിട്ടില്ല. അവരെപ്പോഴും ഒറ്റപ്പെട്ടവരായി മാറിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചകന്മാരെല്ലാം എടുത്തു നോക്കിക്കോ. അവർ ജനത്തിന്റെ പാപത്തിന് വിരോധമായി പ്രസംഗിച്ചു എന്ന ഏക കാരണത്താൽ അവർ ഒറ്റപ്പെട്ടവരായി മാറി. യോനായ്ക്കറിയാം, ഞാൻ ചെന്ന് നിലവിക്കെതിരെ പ്രസംഗിച്ചാൽ എനിക്ക് വേണ്ടുന്നത് പോലെയുള്ള സപ്പോർട്ട് കിട്ടത്തില്ല, കൈത്താങ്ങൽ കിട്ടത്തില്ല. ഇത് യോന മനസ്സിലാക്കിയത് കൊണ്ട് യോന അവിടുന്ന് ഓടിപ്പോകുന്നു. ഒന്ന്, ക്ഷമയില്ലാത്തൊരു ഹൃദയം യോനയ്ക്ക്. 2, യോന അത് പ്രസംഗിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവം ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, പിന്നീട് ദൈവം അനുദപിച്ച് അവരുടെ ശിക്ഷ മാറ്റിക്കൊടുക്കും, എന്റെ പ്രസ്റ്റീജ് പോകും. 3, ഞാൻ അവിടെ ചെന്ന് അവർക്ക് വിരോധമായി പ്രസംഗിച്ചാൽ അവരെല്ലാം എനിക്ക് വിരോധമായും നല്ലൊരു സമാധാനത്തോടെ പോകാൻ പറ്റത്തില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ജനത്തിന്റെ വെറുപ്പ് എനിക്ക് വേണ്ട. ഇതുകൊണ്ടാണ് യോന അവിടുന്ന് ഓടിപ്പോകാനായിട്ട് താല്പര്യപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, യോന ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് നിനവയിലേക്ക് പോകാതെ he went down, അവൻ തർശീസിലേക്ക്, അവൻ താഴോട്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് he went down from the presence of God, അവൻ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് താഴോട്ട് പോയി. വാസ്തവത്തിൽ ദൈവത്തിന്റെ നിയോഗം നമ്മുടെ മേൽ ഏതിനായിട്ടുണ്ടോ അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുമ്പോൾ ഞാൻ മാറുന്നത് ദൈവസന്നിധിയിൽ. ദൈവത്തിന്റെ നിയോഗം എന്റെ മേൽ, ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളുടെ വായിൽ ദൈവം തരുമ്പോൾ നിങ്ങൾ അറിയിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ നാവിൽ ദൈവം തന്നിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ, ഞാൻ പറഞ്ഞാൽ അവർ ഏറ്റെടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറുമ്പോൾ, വാസ്തവത്തിൽ ഞാൻ മാറുന്ന എവിടെയെന്നറിയാമോ? അവിടെ ആ 2-ാം വാക്യം വായിച്ചേ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഇവർ എവിടുന്നാ ഓടുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. എന്നെയും നിങ്ങളെയും ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചാൽ ആ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ എത്താത്തിടത്തോളം ഞാൻ ദൈവസന്നിധിയിൽ അകന്നു നിൽക്കുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഒരുപാട് അകലെയാണ്. അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് പോവുക. വായിക്കാം. ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട്. നോക്കൂ, അവൻ എങ്ങോട്ടാ പോകുന്നത്? അവൻ താഴോട്ടാ പോകുന്നത്, മുകളിലേക്കല്ല. നിങ്ങൾ അവന്റെ ചരിത്രം എല്ലാം എടുത്ത് പഠിച്ചാൽ അറിയാം. അവൻ അവിടെ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താഴോട്ട് ചെന്ന് കപ്പലിൽ ചെന്നപ്പോൾ, കപ്പലിൽ ചെന്നിട്ട് അവൻ അടിത്തട്ടിലോട്ട് പോയി. കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിലോട്ട് ഇട്ടേക്കാൻ. അവിടുന്ന് എടുത്ത് താഴോട്ട് ഇട്ടപ്പോൾ തിങ്ങനത്തിന്റെ അടിത്തട്ടിലോട്ട് പോയി. പിന്നെ അവന്റെ യാത്രകളെല്ലാം മേലോട്ടല്ല, താഴോട്ട് താഴോട്ട് താഴോട്ട്. ഓർത്തു കൊള്ളണം, നിയോഗം നിങ്ങളെ കുറിച്ച് എന്താണോ അതിന്റെ പൂർത്തീകരണത്തിൽ നിങ്ങൾ എത്താത്തിടത്തോളം നിങ്ങൾ ദൈവസന്നിധിയിൽ താഴോട്ട് പോവുക. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മുൻപ് കേട്ട വാക്യത്തിലേക്ക് മടങ്ങി വരും. നിന്റെ സന്നിധിയിലേക്ക് എന്നെ അടുപ്പിക്കണം. എനിക്ക് ദൈവസന്നിധിയിൽ അകലാൻ പറ്റത്തില്ല. എന്നെ ദൈവമേൽപ്പിച്ച നിയോഗം, ആരാധിക്കാൻ വിളിക്കപ്പെട്ട, പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട, ഉപവസിക്കാൻ വിളിക്കപ്പെട്ട, ദേശത്തിന് വേണ്ടി കരയാൻ വിളിക്കപ്പെട്ട, വിശുദ്ധന്മാർക്ക് വേണ്ടി കരയാൻ വിളിക്കപ്പെട്ട ഒരു നിയോഗം എന്നെ കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഓടി ഒളിച്ചാൽ ഞാൻ ദൈവസന്നിധിയിൽ ഓടുകയാണ്. എനിക്ക് ഉയരങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഞാൻ താഴോട്ട് 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 പോവുകയാണ്. എന്താണ് ചെയ്തെന്നറിയാമോ? അവരോട് ഓടിച്ചെന്ന് പൈസ മുടക്കി, കാശ് മുടക്കുക, ദൈവസന്നിധിയിൽ ഓടാൻ പണം മുടക്കുക. നിയോഗം കിടക്കുന്നത് നിലവിലേക്കാണ്, പക്ഷെ മറ്റൊരിടത്തേക്ക് പോകാൻ അവൻ കൂലി കൊടുക്കുക, അവന്റെ കയ്യിലെ സമ്പത്ത് ചെലവഴിക്കുക. എന്നാലും അവന്റെ നിയോഗത്തിൽ നിന്ന് അകരണം, ഓടിപ്പോകണം. അവൻ കൂലി കൊടുത്ത് കപ്പലിൽ കയറി. എവിടേക്ക് അവൻ ടിക്കറ്റ് എടുത്തെന്നറിയാമോ?
വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് അവൻ നേരെ പോയതെന്നറിയാമോ? കപ്പലിന്റെ അടിത്തട്ടിലേക്ക്. കാരണം 4 പേരിക്കുന്നിടത്ത് അവന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവസന്നിധി നകന്നു വന്നവനും മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എല്ലാറ്റിനും ഒഴിയുക. അവൻ ഓടിച്ചെന്ന് അവൻ അടിത്തട്ടിലോട്ടൊക്കെ പോയി അവിടെ കിടക്കുക. വായിക്കാം. യഹോവയെ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചിറക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. എനിക്ക് പദമൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഇത്രയും കൊടുങ്കാറ്റടിക്കുമ്പോഴും പുള്ളി എന്ത് ചെയ്യുക? ഈ ശബ്ദത്തിനിടയ്ക്ക് ഉറങ്ങുന്നവരെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്, ചിലർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും ഉച്ചത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഇതിന്റെ മുമ്പിൽ ഇരുന്ന് എന്നെ കണ്ണടച്ച് കാണിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇത്രയും ബഹളം കൊടുങ്കാറ്റടിക്കുന്നു. കപ്പൽക്കാർ മുഴുവനും അവരുടെ ദേവന്മാരോട് ശക്തമായി നിലവിളിക്കുമ്പോഴും ഒരുത്തൻ അടിക്കെട്ടിൽ കിടന്ന് നന്നായി എന്ത് ചെയ്തെന്ന ഉറങ്ങി. നമ്മുടെ ഈ ഉറക്കം ഒരു അനുഗ്രഹമാണെന്നൊന്നും പറയാം. ഈ ഉറക്കം അനുഗ്രഹമല്ല. വാസ്തവത്തിൽ ദൈവസന്നിധി അകന്നു പോകുമ്പോൾ എന്റെ ഉറക്കം കുറയണം. എനിക്ക് കിടന്നാൽ ഉറക്കം വരരുത്. ആ ഉറക്കം വരാത്ത അനുഭവം എന്നെ പ്രാർത്ഥനയിലേക്ക് നടത്തും. പ്രാർത്ഥനാമുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ ദൈവം മടക്കിയെടുക്കാൻ തുടങ്ങും. ഉറക്കം എനിക്ക് കൂടുമ്പോൾ അതെന്റെ പിന്മാറ്റത്തെ ബാധിക്കുകയാണ്. ദൈവസന്നിധി അകന്നു പോയാൽ ഉറങ്ങാം. അതാ ഇവിടെ കാണിക്കുന്നത്. He went down from the presence of God. അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കൂലി കൊടുത്ത് അവൻ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി നന്നായി എന്ത് ചെയ്തു? നന്നായി ഉറങ്ങി. അവൾ എഴുതിയിരിക്കുന്നത് എല്ലാവരും അവരുടെ ദൈവങ്ങളോട് എന്ത് ചെയ്യുന്ന നിലവിളിച്ചു. ഒരു കാര്യം ഞാൻ പറയാം. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി തർശീസിലേക്ക് ടിക്കറ്റ് വരെ എടുക്കാം, വണ്ടിക്കകത്ത് കയറി സീറ്റ് പിടിക്കാം. പക്ഷെ തർശീസിൽ എത്തണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. മനസ്സിലായോ ദൈവമക്കളെ? ദൈവസന്നിധി അകലുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിൽ കയറാം, സീറ്റ് ബുക്ക് ചെയ്യാം, ടിക്കറ്റും എടുക്കാം. പക്ഷെ ലക്ഷ്യത്തിലെത്തണമോ വേണ്ടായോ എന്ന് കാറ്റും കടലും നിയന്ത്രിക്കുന്ന ഉന്നതനായ ദൈവം തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ദൈവസന്നിധി അകന്നു പോയൊരു മനുഷ്യൻ അടിത്തട്ടിൽ പോയി സുഖമായി ഉറങ്ങുകയാണ്. ഈ കാറ്റും ഈ പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ നടിക്കുമ്പോൾ എല്ലാവരും അവരുടെ ദേവന്മാരോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. വായിക്കാം. കപ്പൽ പ്രമാണി അവന്റെ അടുത്ത് വന്നു. നീ ഉറങ്ങുന്നത് എന്ത്? അവനോട് ചോദിച്ചു, ഇത്രയും ബഹളം ഇവിടെ നടക്കുമ്പോൾ സകല മനുഷ്യരും അവരുടെ ദൈവങ്ങളോട്, അവരാരും ദൈവത്തെ സേവിക്കുന്നവരല്ല. അവിടെ എല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ലോൺ എന്നുള്ള അക്ഷരം സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അവരവരുടെ ദേവന്മാരോട് നിലവിളിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം ഈ പ്രശ്നത്തിന്റെ നടുവിൽ കപ്പലിന്റെ ചരക്കെടുത്ത് ഭാരം കുറയ്ക്കാൻ താഴോട്ട് കളയുന്നു. ഇത്രയും ബഹളം നടക്കുമ്പോ നീ മാത്രം ഒരുവൻ ഉറങ്ങുന്നത് എന്ത്? വായിക്കാം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഒരു ജാതീയനായ കപ്പലുടമസ്ഥൻ വന്ന് ദൈവത്തിന്റെ പ്രവാചകനോട് പറയാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ അവിടെ ഉള്ള എല്ലാരെയും കൂടെ വീട്ടിൽ ഒരു യോഗം നടത്തേണ്ട ആരാ? കേട്ടോ, ഓസ്ട്രേലിയയിലൊക്കെ താമസിക്കുന്നവരോടാ പറയുന്നത്. അവിടെ ഉള്ള മറ്റ് ദൈവത്തെ അറിയാത്തവരെയും കൂടെ വിളിച്ചിരുത്തി ഒരു പ്രാർത്ഥന സംഘടിപ്പിക്കേണ്ടത് ഈ പ്രതികൂലത്തിൽ ഈ പ്രവാചകനാണ്. പുള്ളി അതിന്റെ ലീഡറായിട്ട് നിൽക്കേണ്ടവനാ. സഹോദരന്മാരെ, ഭാരപ്പെടണ്ട. ഈ കാറ്റടങ്ങാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിനെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്. സുവിശേഷം പറയാൻ പറ്റിയൊരു സമയം ഇത്. പക്ഷെ ജാതിയം വന്ന് ചോദിക്കുക, നീ മാത്രം ഉറങ്ങുന്ന എന്താണ്? അന്യൊരു ജാതിക്കാരൻ വന്ന് പെന്തക്കോസ്തുകാരനാകുന്ന എന്നെ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിച്ചാൽ ഇതിൽ പരം ലജ്ജ വേറെ ഉണ്ടോ? അതും ഒരു പ്രവാചകനോട് ചോദിക്കുക. നീ മാത്രം നിലവിളിക്കാതെ ഉറങ്ങുന്നല്ലോ, ഇതിൽ പരം നാണക്കേട് വേറൊന്നുമില്ല. ഒരുത്തൻ ദൈവസന്നിധിയിൽ നിന്ന് പോയാൽ ജാതികൾ നമ്മളെ തട്ടി ഉണർത്തേണ്ടി വരും. നമുക്കറിയാമല്ലോ, ജാതികളുടെ വാ നമുക്ക് വേണ്ടി ദൈവം തുറപ്പിക്കും. ഞാൻ മറ്റൊരു തെളിവ് തരാം. ഇതാ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു പ്രവാചകന ബിലയാം. മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന
ദൂതനെ കാണാൻ കഴിയാതെ പ്രവാചകൻ മുൻപോട്ട് നീങ്ങുമ്പോൾ പ്രവാചകനില്ലാത്ത വെളിപ്പാട് കഴുതയ്ക്ക് ദൈവം കൊടുത്തു. വാസ്തവത്തിൽ വെളിപ്പാട് പ്രാപിച്ച് സംസാരിക്കേണ്ടവനാ മുകളിൽ ഇരിക്കുന്നത്. പക്ഷെ അവന്റെ നാവ് അവിടെ ബന്ധിക്കപ്പെട്ടപ്പോൾ കഴുതയുടെ നാവ് പ്രവാചകന്റെ നാവായി മാറി. ദൈവം നമ്മോട് സംസാരിപ്പാൻ പക്ഷികളുടെ വായിൽ വാക്കു കൊടുക്കും. ദൈവം നമ്മോട് സംസാരിപ്പാൻ മൃഗങ്ങളുടെ വായ തുറക്കും. പത്രോസേ, നിന്നോട് ഞാൻ ദൂത് പറഞ്ഞതാ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ പിശാച് ചോദിക്കുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നീ ഏറ്റെടുക്കാത്തവരാണെങ്കിൽ പൂവൻകോഴി നിന്നോട് ദൂത് പറയും. പൂവൻകോഴി കൂകിയപ്പോൾ പത്രോസിനൊരു ദൂത് മനസ്സിലായി, എന്നോട് ദൂത് പറയുക. ഞാനും നിങ്ങളും ദൈവസന്നിധി കേൾക്കുന്ന ദൈവശബ്ദം അത് എന്നോടുള്ള ശബ്ദമാണെന്ന് ഏറ്റെടുത്താൽ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരത്തില്ല. ഒരു ജാതിയെ കൊണ്ട് നമ്മുടെ കാതിൽ സംസാരിപ്പിക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ കേൾക്കുക, എന്നോടുള്ള ദൈവശബ്ദം തിരിച്ചറിയാൻ എനിക്ക് കൃപ തരണമേ. ദൈവസന്നിധി ഓടിപ്പോകുന്ന മനുഷ്യന് ദൈവശബ്ദമില്ല. ദൈവസന്നിധി ഓടിപ്പോകുന്ന മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവൻ പറയും, ഇരുന്നിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നാമത് സമയമില്ല, ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. യു ആർ ഫാർ അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സന്നിധി ഒരുപാട് അകലെ നടക്കുക. ദൈവസന്നിധിയിലാണ്, ദൈവത്തിന്റെ നിയോഗത്തിനകത്താണെങ്കിൽ പ്രാർത്ഥനാ മുറി വേണ്ട. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ മുറി വേണ്ട. നടക്കുന്ന നടപ്പിൽ പ്രാർത്ഥിച്ചോണ്ട് നടക്കാം. ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മനസ്സാ പ്രാർത്ഥിക്കുന്നേ, കാരണം ബന്ധം നല്ല കണക്ഷൻ ഉണ്ട്. അവന് പ്രാർത്ഥനാ മുറിയും പായും കാണുന്ന പ്രാർത്ഥന വരാ. അവൻ എവിടൊക്കെ യാത്ര ചെയ്യുന്നോ അവിടെ എല്ലാം ഇരുന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കും. അവന്റെ കാറിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ഇവിടെ ദൈവസന്നിധിയിലാണെങ്കിൽ, ദൈവസന്നിധി നടന്നു പോയാലോ നമുക്ക് എങ്ങും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സമയം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ മുഴുവനും പോയി. കാരണം വിടാ, ദൈവസന്നിധി ഒരുപാട് താഴോട്ട് പോവുകയാണ്. അവൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ ആ കപ്പൽ പ്രമാണി ഒന്ന് ചോദിക്കുക, നീ ഒരുത്തൻ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഇവിടെ കിടന്നുറങ്ങുന്നു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. വായിക്കാം. നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. കപ്പൽക്കാർക്കറിയാം, സാധാരണ കാറ്റും അസാധാരണമായ കാറ്റും അടിക്കുമ്പോൾ കപ്പൽ യാത്ര ചെയ്യുന്ന അവർക്കറിയാം, കടലിലൂടെ കപ്പല് പോകുമ്പോ ഇങ്ങനെ ഒരു കാറ്റൊക്കെ ഉണ്ടാകണമെങ്കിൽ അത് ഒരുപാട് മുന്നറിയിപ്പുണ്ട്. ഒരു കാറ്റൊന്നും വെറുതെ പെട്ടെന്ന് ഉണ്ടാകത്തില്ല. അപ്പൊ ഈ നമ്മൾ ഇത്രയും നാള് കപ്പൽ ഓടിച്ചപ്പോൾ ഉണ്ടാകാത്ത അസാധാരണമായ ഒരു കാറ്റ്, പെട്ടെന്നുള്ള ഒരു കാറ്റ് നമ്മുടെ കപ്പലിൽ അടിച്ചെങ്കിൽ അത് സാധാരണ കാറ്റല്ല. ഈ കാറ്റിന് എന്തോ പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ആരുടെയോ കുഴപ്പം കൊണ്ടുണ്ടായ കാറ്റാണെന്ന് കപ്പൽക്കാർക്ക് വെളിപ്പെട്ടു. കാരണം അവർ ഒരുപാട് കാറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, സാധാരണമല്ലാത്ത അസാധാരണമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇതെന്തുകൊണ്ട് എനിക്കിപ്പോൾ വന്നു? ഇങ്ങനെ വരേണ്ടതല്ലല്ലോ, പക്ഷെ ഇതെന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് വന്നു? ഇതൊന്നറിയാൻ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. അസാധാരണമായ ചിലത് സംഭവിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. കാരണം ദൈവം എന്തെന്നറിയാമോ? ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവനെ വലിച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അവനെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവം. യോനായെ നിന്നെ ഒരിക്കലും ഞാൻ കളയത്തില്ല, പക്ഷെ നിനക്കെതിരെ അടിക്കുന്ന കാറ്റും നിനക്കെതിരെ അടിക്കുന്ന ഈ തിരമാലകളും നിന്നെ തകർക്കാനല്ല, നിന്നെ ശിക്ഷിക്കാനുമല്ല, നിന്നെ ശിക്ഷണം പഠിപ്പിക്കാനല്ല. ദൈവത്തിന് കളയാൻ പറ്റത്തില്ല. ഓരോ അനുസരണക്കേട് കാണിക്കുമ്പോഴും ഓരോ തെറ്റ് കാണിക്കുമ്പോഴും ചുരുട്ടിക്കൂട്ടി ഷോക്കേസ് വെക്കുന്ന ദൈവമായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ കാണത്തില്ല, ഇന്ന് നിങ്ങളിൽ പലരും ഇവിടെ കാണത്തില്ല. ദൈവം ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ട് അമ്മയെ മടക്കിയെടുത്ത ദൈവമായത്, അമ്മയെ മടക്കിയെടുക്കുന്ന ദൈവമാണ്. എന്താ യോനായോട് പറയുകയാണ്, നീ നിന്റെ ദൈവം, അവരെല്ലാവരും കൂടി നമുക്കൊരു ചീട്ടിടാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്നറിയണ്ടേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നറിയേണ്ടത്? എന്താ ഇതിനകത്ത് അസാധാരണമായത്, സാധാരണമല്ലാത്ത അസാധാരണമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ ദൈവത്തിന്റെ ഇടപെടൽ അറിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ ദൈവം ഇടപെടും. വേദപുസ്തകം വായിക്കുമ്പോൾ ഇടപെട്ട് മനസ്സിലായില്ല, ഉടനെ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഇടപെട്ടിട്ട് മനസ്സിലായില്ല, പ്രവാചകൻ ദൂത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാകാതെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് പിന്നെ കാറ്റടിപ്പിക്കേണ്ടി വരും. കൊച്ചു പ്രയാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? നമ്മളെ ഒന്ന് മോനോട്ട് നോക്കിക്കാൻ.
നമ്മളെ ഒന്ന് ദൈവത്തിലേക്ക് അടുപ്പിക്കാം. ഒരു മനുഷ്യനൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പണിയും. അവനെന്തെന്ന് അറിയാമോ? അവര് ഒരു സാധനം താഴേക്ക് വേണം. പക്ഷെ താഴെ നിൽക്കുന്ന ആരും മേലോട്ട് നോക്കുന്നു. കൈയടിക്കുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, ആരും താഴോട്ട് നോക്കും, മേലോട്ട് നോക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു? ആദ്യം ഒരു നാണയം അങ്ങോട്ട് ഇട്ടു. ഒരു നാണയം അങ്ങോട്ട് ഇട്ട് കൊടുത്തോണ്ടേ ഒരുത്തൻ അത് നാണയം ഉരുണ്ടു പോകുന്ന നോക്കിയിട്ട് ഓടിച്ചെന്നെടുത്ത് നാണയത്തെ നോക്കിയിട്ട് പോക്കറ്റ് ഇട്ടു. എന്നിട്ട് അവനങ്ങ് നടന്നു പോയി. എന്നാൽ അവനങ്ങ് പോയിട്ട് അടുത്തൊരു നാണയം ഇട്ട് കൊടുത്തു. അടുത്തൊരു നാണയം അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ വേറൊരുത്തൻ വന്നതെടുത്ത് അവനും പോക്കറ്റ് ഇട്ടു. ഇപ്പൊ ഈ മനുഷ്യന് മനസ്സിലായി, നാണയം ഇട്ട് കൊടുത്താൽ യവന്മാരെ മേലോട്ട് നോക്കത്തില്ല. നന്മ കിട്ടിയ എവിടുന്നാ കിട്ടിയെന്ന് നോക്കത്തില്ല. അതെന്റെ ഗുണം കൊണ്ടാണ് കിട്ടിയത്. പിന്നെ പുള്ളി അവിടെ ചെറിയ ഓടിന്റെ കഷ്ണമായിരുന്നു, അതെടുത്ത് അതിലെ പോയതിന്റെ ദേഹത്തോട്ടിട്ട് എന്നിട്ട് ഉച്ചയ്ക്ക് വീണോടെ മേലോട്ട്. ഇപ്പൊ വേദന വന്നാൽ ആരും മേലോട്ട് നോക്കാതെ. ദൈവത്തിനറിയാം, നന്മകൾ മാത്രം കൊടുത്തോണ്ടിരുന്ന പലരും മുകളിലേക്ക് നോക്കത്തില്ല. കൊച്ചു വേദനകൾ നമുക്ക് ദൈവം തരുന്നത് മുകളിലേക്ക് നമ്മളെ അടിപ്പിക്കാനാ, വലിച്ചടിപ്പിക്കാനാ. ദൈവത്തിനറിയാം, വേദനകൾക്ക് മാത്രമേ ഉയരത്തിലേക്ക് നമ്മൾ നോക്കിക്കെത്തുള്ളൂ. ഇപ്പോൾ യോനയോട് അവർ പറയാം, നമുക്ക് നറുക്കിടാം. നറുക്കിനകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. നറുക്ക് കറക്റ്റ് ആർക്ക് വേണമെന്ന് അറിയാമോ? അയച്ചോ. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. ചീട്ട് ആർക്ക് വീണു? യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? വേഷം കണ്ടാലെങ്കിലും അറിയേണ്ടത് പാസ്റ്റാണ്. പുള്ളിയുടെ വേഷം കണ്ടാൽ എന്തോ തോന്നുന്നില്ല, പാസ്റ്റാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ പുള്ളി പോലെ ജീൻസോ ടീഷർട്ടോ ഒക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിന്റെ തൊഴില് എന്താ? നീ ഏത് ജാതിക്കാരൻ? നിന്റെ നാടേത് എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, ഞാനൊരു ഞാനാണെന്നറിയാമോ? ഞാനൊരു എബ്രായൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിയമം ചെയ്തവൻ. ഞാനൊരു എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഞാൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നവനാണ്. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. അവര് പേടിച്ചു പോയി. എടാ, ഇത്രയും ദൈവത്തെ ഭയപ്പെടുന്നവൻ ഇവിടെ ഒന്ന് കിടക്കേണ്ട കാര്യമൊന്നും. ഞങ്ങളൊക്കെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഇവനെന്ത് ചെയ്യുന്നില്ല, നിലവിളിക്കുന്നില്ല. പറയുന്നത് എന്തുവാ? കുടിച്ച് ഭൂശാല ഓടെ കിടക്കുക. അപ്പോണ്ട് ആരാണ് കൊണ്ടുവന്ന് തൈരോ ഏതാണ്ട് കൊണ്ടുവന്ന് ദേഹത്തോട്ട് ഒഴിച്ചാൽ പറയോ, ഞാൻ നോയമ്പാണ്, ദേഹത്തോട്ടല്ലേ നോയമ്പാണ് എന്ന് പറഞ്ഞ അടിച്ച് വിറ്റായി ഛർദിച്ച് കിടക്കുക. ആരാണ്ട് കൊണ്ടുവന്ന് അവന് ലെഗ് വീണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കൊടുത്ത പറയും, നോയമ്പാ എനിക്ക്, ഞാൻ ഇപ്പം ഇത്ര നോയമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്മാറി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു വന്ന കപ്പലിന്റെ അടിത്തട്ടിലായി കിടക്കുന്നതെങ്കിലും പിടിച്ചു പോകുന്നെന്തോ, ഞാൻ എബ്രായനാണ്, ദൈവത്തോട് നിയമം ചെയ്തവനാണ്, കടലിനെയും കരയെയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചു വരുന്നവനാ. ഇത് കേട്ടപ്പോൾ അവർക്ക് പേടിയായി. അവർക്ക് മനസ്സിലായി, ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ കരമായി കാറ്റ്. ഇപ്പൊ ഈ ശിക്ഷണത്തിലൂടെ കപ്പലിലുള്ള എല്ലാവരും ദൈവത്തെ അറിയാനിടയായി. അടുത്ത വായിക്കണം. നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവര് ചോദിച്ചു, നീ എന്തിനാണ് ഈ ദൈവത്തെ ഇങ്ങനെ കളിപ്പിക്കാൻ പോകുന്നത്? നീ ഒരിക്കലും ദൈവസന്നിധി നകരരുത്. എന്ത് പ്രശ്നം വന്നാലും നീ ദൈവസന്നിധി. അവർക്ക് വിരോധമായി പ്രസംഗിക്കണമെങ്കിൽ വിരോധമായി പ്രസംഗിക്കുക. നീ നിലമേലേക്ക് തന്നെ പോകാറ്. നീ ഒരിക്കലും ഈ കപ്പലിൽ കയറരുതായിരുന്നു. അവനവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം ഇവിടെ എല്ലാം മനസ്സിലാകുന്ന, അവൻ നിലമയിലേക്ക് പോകാതെ ഓടിപ്പോകുന്നല്ല, അവൻ അവിടുന്ന് ഓടുക. ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ നിയോഗത്തിൽ നകരുമ്പോ ദൈവസന്നിധി നകരുക. ഇത് ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പദമാണ്. നമ്മൾ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറുന്നു. വീണ്ടും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ഹൃദയംഗമായി ആഗ്രഹിക്കുക. ആർക്കും ആഗ്രഹമില്ലെങ്കിലും ദൈവത്തിന് അതിനകത്ത് ആഴമായ ആഗ്രഹം. അതിന് ദൈവം കാറ്റടിപ്പിക്കുന്നു, അതിന് ദൈവം കോളടിപ്പിക്കുന്നു, അതിന് ദൈവം കപ്പലിലെ ചരക്കെടുത്ത് വെളിയിൽ കളയുന്നു. കപ്പല് തകരുകയാണ്, കപ്പല് തകരുക. ഈ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തി എവിടെ ചെന്ന് കയറുന്നു അവിടെ മുഴുവനും കുടുങ്ങും. പണ്ട് ഒരു CSI ചർച്ചിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഒരു ഉള്ളിൽ അങ്ങോട്ട് വരും, ഓർക്കുന്നുണ്ട്, അവിടെ എല്ലാം പ്രശ്നം. അത് ആ കപ്പലും മുങ്ങാൻ ചിലർക്ക് മനസ്സിലായി. അച്ഛനാവാൻ പോയ CSI ചേരാൻ അവിടെ പ്രശ്നമായി. അപ്പം ഒരു പ്രശ്നവുമില്ല. ഈ പിന്മാറിപ്പോകുന്നവർ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവർ എങ്ങോട്ട് ചെല്ലുന്നു അവിടെ മുഴുവനും കലങ്ങും. കപ്പലിന്റെ ചരക്കെല്ലാം വെളുത്തി കളഞ്ഞു. കപ്പൽക്കാരാകെ ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ചോദിക്കും. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോൽപ്പിച്ചത് കൊണ്ട് യവൻ അതിനകത്ത് കിടക്കുന്നിടത്തോളം പിന്നെ സമുദ്രം തീരുക, ഇളകി മറിയുക. അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവി. കാര്യം ചെയ്തേ, ഞാൻ ആ പ്രശ്നം എന്നെ എടുത്ത് എന്ത് ചെയ്തേരെ, വെള്ളത്തിൽ അങ്ങ് ഇട്ടേരെ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്ത് ചെയ്തേക്കും, അങ്ങ് തീർന്നേക്കും.
എന്നാലും ഞാൻ മരിച്ചോട്ടെ, എന്നെ വെള്ളത്തിൽ ഇട്ടാലും ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. നിലവെ പ്രസംഗിക്കാൻ മരിക്കേണ്ടി വന്നാലും നിലവേലോട്ട് പോകാൻ തയ്യാറല്ല. ഇപ്പോഴും പ്രവാചകന്റെ മനോഭാവം എന്താ? വെള്ളത്തിൽ വീണ തിമിങ്ങൽ അവിടെ ഉണ്ടെന്നൊന്നും നേരത്തെ ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. മരിക്കേണ്ടി വന്നാലും നിലവേലോട്ട് ഞാൻ പോകുന്നില്ല. ഈ കാറ്റും കടലും അടങ്ങാൻ ഒറ്റ വഴി, എന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ട്. ഓക്കെ. അപ്പോൾ സമുദ്രമടങ്ങും, എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ നിമിത്തമാണ് ഈ പ്രശ്നമെല്ലാം എന്ത് ചെയ്തത്? ഈ കാറ്റ് കപ്പലിൽ അടിച്ചതും ഈ വലിയ കോൾ അടിച്ചതും എല്ലാം എന്റെ നിമിത്തമാണ്. ഞാൻ എന്നെ ദൈവം നിയോഗിച്ചതിൽ നിന്ന് മാറി. ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന് നമ്മൾ മാറിയാൽ നമ്മൾ ഇടപെടുന്നതെല്ലാം കൊലയാൻ പോകും. നമ്മൾ തൊടുന്നതെല്ലാം പ്രശ്നമായി മാറുന്നത് ഒറ്റ കാരണത്താൽ ദൈവ നിയോഗത്തിൽ നമ്മൾ അകലിപ്പോകും. ആ മനുഷ്യനെ ദൈവം വീണ്ടും നോക്ക്. ദൈവ നിയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കൊടുങ്കാറ്റിനെ ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സ്നേഹം എന്ന് വേണം പറയാൻ. ഈ കപ്പൽക്കാരെ ഒക്കെ ദൈവം ഉപയോഗിച്ചത് ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സ്നേഹം എന്ന് വേണം പറയാൻ. ദൈവത്തിന്റെ സ്നേഹം അവനെ മടക്കിയെടുക്കാൻ കാറ്റടിപ്പിക്കുന്നു, കടലിൽ കിടക്കുന്നു, കപ്പലിനെ ഉടയ്ക്കാൻ നോക്കുന്നു. അവർ എന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് ആഗ്രഹമുണ്ട് ഇവരെ വെള്ളത്തിൽ കളയരുത്, കപ്പലൊക്കെ കരയിലോട്ട് അടുപ്പിക്കണം. പക്ഷെ അവർ കപ്പല് കരയിലോട്ട് അടുപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, പറ്റത്തില്ല. കാരണം കപ്പല് പുറപ്പെട്ടപ്പോഴേ ദൈവം ഒരു തിമിംഗലത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കപ്പലിനെ എന്ത് ചെയ്തേക്കണം, ഫോളോ ചെയ്തോണം. ഇതേന്നൊരു ചരക്ക്, പല ചരക്കുകൾ മേടിയിൽ നിന്ന് വീണാലും എടുക്കരുത്. ഒരു പ്രവാചകൻ മേടിയിൽ നിന്ന് വരും, അവൻ അടയാളം ആരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ചരക്കുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, വിഴുങ്ങിട്ടില്ല. തിമിംഗലത്തിന് നല്ല അടയാളം യോനെ കുറിച്ച് ആരോട് കൊടുത്തിട്ടുണ്ട്? ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു തിമിംഗലം ഇങ്ങനെ കപ്പലിന്റെ പുറേ വരിക, പെട്ടെന്ന് അവരെ എടുത്ത് എന്ത് ചെയ്തു, കടലിലേക്ക് ഇട്ടതും തിമിംഗലത്തിന്റെ വായിലേക്ക് അവൻ പോയി. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന യോന. കപ്പലിന്റെ അടിത്തട്ടിൽ ജാതികൾ അവരുടെ ദേവന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിയവൻ ഇപ്പോൾ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നു. നിങ്ങൾക്കറിയോ, തിമിംഗലത്തിന്റെ വയറ്റിൽ നല്ല നമ്മളിലെ മറ്റേ കിടന്ന് ഇങ്ങനെ നീണ്ടു പോകുന്ന കിടക്കുന്നതൊന്നുമല്ല കിടക്കുന്നത്. പുള്ളിയിലെ അമ്മമാരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞെങ്ങനെ ചുരുണ്ടു കൂടിയിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും. ഈ ചുരുണ്ടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പൊ പുള്ളി പഠിച്ചു. തിമിംഗലത്തിന്റെ വയറ്റിൽ നല്ല AC ഒന്നും അല്ലല്ലോ. അവിടെ എന്താണെന്നുള്ളതെന്ന് ഇനി ആർക്കും പറയാൻ പറ്റത്തില്ല, യോനയ്ക്കേ പറയാൻ പറ്റും. കാരണം അതെല്ലാം ഗുഹയ്ക്കകത്ത് എന്തുവാണെന്ന് ചോദിച്ചാലും ദാവീദ് പറയും. പക്ഷേ തിമിംഗലത്തിന്റെ വയറ്റിനകത്തെ ക്ലൈമറ്റ് എന്തുവാന്ന് ആകെ അറിയാവുന്ന ഒറ്റ പുള്ളിയുള്ളൂ, അത് യോന മാത്രമേ ഉള്ളൂ. എന്തിനാ 3 ദിവസം കൊണ്ട് അനുസരണം പഠിപ്പിക്കാൻ ഒരു യോനായി ദൈവം വിടുകയാണ്. അനുസരണം പഠിപ്പിക്കാൻ ഇതിനകത്ത് 4 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1, കപ്പൽക്കാരെല്ലാം കൂടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. 2, നിലവേക്കാർ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. 3, നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോന നിലവിളിക്കുന്നുണ്ട്. പിന്നെ യോന വീണ്ടും 4ാമത് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ അങ്ങ് മരിച്ചാൽ എടുത്താൽ മതി. ഞാൻ വേഗത്തിന് മുമ്പോട്ട് പോകാം. 2-ാം അധ്യായത്തിൽ നിലവിളിച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന യോന 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ തിമിംഗലത്തോട് ദൈവം പറഞ്ഞു, കൊണ്ടുചെന്ന കരയ്ക്ക് എന്ത് ചെയ്തേക്കാം, ഛർദ്ദിച്ചിട്ടേക്കാം. എവിടെ ആയിരിക്കും നിങ്ങൾ ഛർദ്ദിച്ചിട്ടത്? എവിടെ ആയിരിക്കും കറക്റ്റ്? എവിടെ? നിലവേനല്ല, പണ്ട് യാത്ര പുറപ്പെട്ടെടുത്ത് ആ 3-ന്റെ 1 വായിച്ചു. അപ്പൊ നിലവേലല്ലോ തിമിംഗലം കൊണ്ടിട്ടത്. നിന്നെ എവിടെ ഇടണമെന്ന് കർത്താവിനറിയാം. നീ അനുസരിക്കുമോ? ഇനി ഏത് കപ്പൽ കണ്ടാലും നീ കയറത്തില്ല. നീ നിലവേ കപ്പല് മാത്രമേ കൈ കാണിച്ച് നിർത്തത്തുള്ളൂ. കാരണം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ശരിക്കും യോന അനുസരിക്കാൻ പഠിച്ചു. നിലവേ ചെന്ന് പുള്ളി നല്ല കരഞ്ഞോണ്ട് പ്രസംഗിക്കുക. ഈ പ്രസംഗമൊക്കെ പുള്ളിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ മത്സ്യത്തിന്റെ വയറ്റിലിട്ട് ദൈവം കൊടുത്തത്. അവിടെ ചെന്ന് പ്രസംഗിച്ചു. നിലവേലെ ജനങ്ങളെല്ലാം പ്രസംഗം കേട്ട് രാജാവ് ഉൾപ്പെടെ അനുലപിച്ച് കരഞ്ഞു. അവരുടെ പേരുള്ള ന്യായവിധി മാറ്റിയെന്ന് അറിഞ്ഞതും പുള്ളിയുടെ സ്വഭാവം. എനിക്ക് അങ്ങനെ അറിയാം, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കൂട്ടുകൂടാൻ കൊള്ളാത്ത ഒരാളാണ് ദൈവം. കാരണം പോയി പ്രസംഗിക്കാൻ പറഞ്ഞ അവരെല്ലാം അനുലപിച്ച് നീ നിന്റെ ന്യായവിധി മാറ്റി. എനിക്കിത് പറ്റത്തില്ല. ഭയങ്കര വാശിയും വൈരാഗ്യവും ദേഷ്യവും കോപവും എല്ലാം കൂടെ അനുസരിക്കാൻ പഠിച്ചെങ്കിലും വാശി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല.
തിമിംഗലത്തിന്റെ വയറ്റിൽ എന്തോ പഠിപ്പിച്ചു? അനുസരിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ ഇനി പ്രവാചകനെ ഏതാണ്ട് ഇച്ചൊക്കെ പഠിപ്പിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. യോനായെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോനായെ പഴയ സ്ഥലത്ത് അതുപോലെ കൊണ്ടുവന്ന് നിർത്തി നിലവെ പ്രസംഗിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ യോനായിക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. യോനായെ പുറത്തു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യോനായുടെ ഉള്ളിൽ ഇരിക്കുന്ന ചിലത് എന്ത് ചെയ്യുന്നു? പുറത്തു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് വേറെ ആളില്ലയോ? ദൈവത്തിന് വേറെ ആളില്ലയോ? ഉണ്ട്. ഏലിയാവിന്റെ പറയാ ദൈവത്തിന് നടക്കേണ്ട കാര്യമുണ്ടോ? എന്ന് പറയാ ഏലിയാവെ വാ വാ, ഏലിയാവ് പോയെങ്കിൽ പോട്ടെ, ഏലിയാവിനെ കള. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരല്ലേ അപ്രതിക്കുന്നേ. അവനെ ഒരുത്തനെ തട്ടി ഉണർത്തിയ പോരായോ? പോരാ, എനിക്ക് ഏലിയാവ് തന്നെ വേണം, എനിക്ക് ഏലിയാവ് തന്നെ വേണം. യോന പോയെങ്കിൽ പോട്ടെ, അല്ല, എനിക്ക് അവനെ തന്നെ വേണം. അവൻ ഇങ്ങനൊക്കെ പറയുന്നെങ്കിലും അവൻ കരയുന്ന കണ്ണുള്ളവനാണ്. വിഷയങ്ങളുടെ മുമ്പിൽ നിലവിളിക്കാൻ കഴിവുള്ളവനാണ്. അവനെ തന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം അവനെ പണിഞ്ഞെടുക്കുകയാണ്. ദൈവം അവനെ ശിക്ഷണം പഠിപ്പിച്ചെടുക്കുകയാണ്. ദൈവം അവനെ ഒരുക്കിയെടുക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ഇവനെ പഠിപ്പിക്കാൻ ദൈവം എന്തറിയാമോ? ഒരാവണക്ക് നിർമ്മിച്ചുണ്ട്. ഒരാവണക്ക് പെട്ടെന്നുണ്ടായി. പുള്ളിയാറിന്റെ ചുവട്ടിലോട്ട് കയറി ആവണക്ക് നിമിത്തം യോന എന്ത് ചെയ്യുന്ന സന്തോഷിച്ചു. ഞാൻ ഇന്ന് ഈ ഭാവമൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ദൈവത്തോടുണ്ടായി. ദൈവം പറഞ്ഞാൽ ആവണക്ക് റെഡി, ദൈവം പറഞ്ഞാൽ പുഴു റെഡി, ദൈവം പറഞ്ഞാൽ തിമിംഗലം റെഡി, ദൈവം പറഞ്ഞാൽ കാറ്റ് റെഡിയായി നിൽക്കുക, ദൈവം പറഞ്ഞാൽ കടൽ റെഡിയായി നിൽക്കുക. ദൈവം പറഞ്ഞാൽ റെഡിയാകാത്ത ഒരാൾ പ്രവാചകനുള്ളൂ. നിങ്ങൾ ഈ പുസ്തകത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന പുഴു, ദൈവത്തെ അനുസരിക്കുന്ന ആവണക്ക്, ദൈവത്തെ അനുസരിക്കുന്ന കാറ്റ്, ദൈവത്തെ അനുസരിക്കുന്ന തിമിംഗലം, പക്ഷെ ദൈവത്തെ അനുസരിക്കാത്ത പ്രവാചകൻ. സകല സൃഷ്ടികളും ദൈവത്തിന്റെ ഒരു ഓർഡറിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ആവണക്ക് നിമിത്തം ഭയങ്കരമായി സന്തോഷിച്ച യോന പെട്ടെന്ന് ഒരു പുഴുവിനോട് പറഞ്ഞു, ആവണക്കിന് ഒരു കുത്ത് കൊടുത്തേക്കാം. പുഴു വന്ന ഒരു കുത്ത് കൊടുത്തു. നമ്മളാരും ശ്രദ്ധിക്കാത്ത പുഴു പോലും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു പുഴു കുത്തിയാൽ തീരുന്നതേ ഉള്ളതല്ല. നമ്മൾ ഇന്ന് എന്തിനെങ്കിലും സന്തോഷിക്കുന്നോ, ദൈവത്തിന്റെ ഒരു പുഴു തയ്യാറായി കഴിയുമ്പോൾ അതെല്ലാം റെഡിയാണ്. പുഴു വന്ന് ആവണക്കിനെ കുത്തിയുണ്ടേ ആവണക്ക് നിമിത്തം സന്തോഷിച്ച യോന ദൈവത്തോട് എന്ത് ചെയ്യാൻ തുടങ്ങി? കോപിക്കാൻ തുടങ്ങി, ചൂടാകാൻ തുടങ്ങി. ദൈവത്തോടെ ചൂടാകോ? എന്താ പരിപാടിയെ കാണിച്ച്? ഒരാവണക്കുണ്ടായിരുന്നു, അത് പെട്ടെന്ന് എന്ത് ചെയ്തു? കുത്തി. കാരണം നല്ല കംഫോർട്ട്, നല്ല തണല് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തിൽ കംഫോർട്ടായിട്ടിരിക്കുന്നോ അത് പെട്ടെന്ന് നമ്മൾ നഷ്ടപ്പെട്ടാൽ നമുക്കിതേ പറ്റുന്നില്ല. കറണ്ടൊക്കെ ഒരു ദിവസം പോയി കഴിയുമ്പോൾ എന്തൊരു നാശമായി, എന്തൊരു കുവൈറ്റായി. ഒരിക്കലും കറണ്ടൊന്നുമില്ല, മണ്ണെണ്ണോടൊക്കെ കത്തിച്ച വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ട് വന്നത്. ഇപ്പൊ AC ഇല്ലാതെ ഒരു ദിവസം പോകും. നമുക്ക് ആ കംഫോർട്ട് നമുക്ക് നഷ്ടപ്പെട്ടല്ലേ. നമുക്ക് എന്ത് നമ്മളൊന്ന് ഉപയോഗിച്ചോ, ഓവനൊക്കെ ഇല്ലാതെ ഒരു ജീവിതം ഓർക്കാൻ പറ്റുന്നില്ല. പണ്ട് തീയൊക്കെ കത്തിച്ച് ഗ്യാസ് അടുപ്പ് പോലും കിട്ടുന്നതിന് മുമ്പ് ഇതെല്ലാം ചൂടാക്കാൻ പഠിച്ച ബാക്കിയുള്ള. ഇപ്പൊ ഗ്യാസ് അടുപ്പിനും നമ്മൾ തീ കത്തിക്കത്തില്ല, ഓവൻ എല്ലാം ചൂടായി വരണം. ഓവനൊക്കെ ഇല്ലാത്തൊരു ജീവിതം മാസ്റ്റർ നമുക്കിനി അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് കംഫോർട്ടിനകത്ത് ഏതെല്ലാം നമ്മൾ സന്തോഷിച്ചു, അതൊന്നും നമുക്കിനി അങ്ങോട്ട് ഇല്ലാതാകാൻ ഒരു പുഴു വിചാരിച്ചാൽ ഇതങ്ങ് ഇല്ലാതാകും. ഈ തണല് ഒരു പുഴു വിചാരിച്ചാൽ ഇല്ലാതാകും. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലുള്ള ഒരു പുഴു ഒന്ന് ഇഴഞ്ഞു വന്നാൽ നമ്മൾ ഇന്ന് ഏതിൽ സന്തോഷിക്കുന്നോ അത് വാടിപ്പോകും. ദൈവം യോനയെ അവന്റെ കയ്പും അവന്റെ കോപവും അവന്റെ ക്രോധവും എല്ലാം മാറ്റി ഒരു പുതു മനുഷ്യനാക്കി. ഞാൻ പറഞ്ഞ 3-ാം അധ്യായം കൊണ്ട് ചാപ്റ്റർ തീർന്നേനെ. പക്ഷെ 4-ാമതൊരു അധ്യായം യോനായെ പഠിപ്പിക്കാൻ ഒരു കാറ്റ്, ഒരു സൂര്യൻ, ഒരു ഉഷ്ണക്കാറ്റടിച്ചെന്ന. ഉഷ്ണക്കാറ്റടിച്ചപ്പോൾ ആവണക്ക് എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. പുഴുവന്ന് ആവണക്കിനെ എന്ത് ചെയ്തു? കുത്തി അതിന്റെ വേര് നശിപ്പിച്ചു. പെട്ടെന്ന് യോന മാറുകയാണ്. യോനായോട് ദൈവം ചോദിച്ചത്, നിന്റെ കംഫോർട്ടാണോ നിനക്ക് വലുത്? ഇടം കൈ വലം കൈ അറിയാത്ത 1,20,000 പേർ നിലവെ പട്ടണത്തിൽ നശിക്കാനിരിക്കുമ്പോൾ എനിക്ക് അവരോട്, നിനക്ക് ഇന്നലെ ഉണ്ടായി ഇന്ന് വാടിപ്പോയ ആവണക്കിന്റെ മുമ്പിൽ നിനക്ക് വേദനയുണ്ടെങ്കിൽ എനിക്ക് ആത്മാക്കളെ കുറിച്ച് എഴുതാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും യോനായെ പോലെ നമ്മൾ സെൽഫിഷായി മാറാറുണ്ട്. ദൈവസന്നിധിയിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുക. നിയോഗത്തിൽ നിന്ന് ഞാൻ മാറുമ്പോൾ
ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ മാറുക. എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അകത്ത് ജീവിക്കുക. ഒരു ദിവസമേ ജീവിച്ചോളൂ, ഒരു മാസമേ ജീവിച്ചോളൂ, ഒരു വർഷമേ ജീവിച്ചോളൂ, അത് പ്രശ്നമല്ല. ജീവിക്കുന്നിടം മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ആ സാന്നിധ്യത്തിന്റെ മറവിൽ ആയിരിക്കാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ